ഇതാണ് മേള ചർച്ച. നമുക്ക് എന്തായാലും താഴത്ത് ഗുഹ പോയിട്ട് പ്രിൻസ് അപ്പോൾ അതായത് ഓനെ അപ്പോൾ നമ്മൾ ഇനി ഇവിടുന്ന് പോകുവാണ്. ഇന്നലെ എനിക്ക് വീഡിയോ എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ പറ്റിയില്ല. കാരണം ഇന്നലെ നേരെ വീട്ടിൽ വന്ന് പിന്നെ കുറേ കൂട്ടുകാരെ കാണാൻ പോകണമെന്ന്. പിന്നെ അപ്പോൾ തൊട്ട് ഇപ്പോൾ കുറേ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും വീട്ടിൽ സംസാരിച്ചൊക്കെ ഇരുന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ കിരണുണ്ട്. ഇനി ഇപ്പോൾ ഈ അടുത്ത മെയ് 2-ാം തീയതി വെളുപ്പിനെ നമ്മൾ 5 മണിയാകുമ്പോൾ ഇവിടെ നിന്ന് പോകും. 5 മണിയല്ല, 4 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി 5:45 പോകും. ഇപ്പം തന്നെ സമയം മെയ് 2 ആയാലും മെയ് 2 വെളുപ്പിന് 1 മണിയായിട്ട് ഉറങ്ങിയിട്ടില്ല. ഉറങ്ങാൻ പറ്റുമെന്ന് അറിയാൻ പാടില്ല. മോളെല്ലാം നാളെ പോയിട്ട് വരുമോ. അപ്പോൾ നമ്മളിവിടെ പാക്കൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പാക്ക് ചെയ്യാൻ വീഡിയോ എടുക്കാൻ പറ്റില്ല. കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ ഒരു മൂഡ് പോയായിരുന്നു. അപ്പോൾ ഉറങ്ങാം ഗൈസ്. അപ്പോൾ ഇനി ഉറങ്ങിയിട്ട് നാളെ രാവിലെ നമുക്ക് പോണ സമയത്താണ്. ഓക്കെ, ഏകദേശം ഒരു 3 മണിക്കൂർ കഴിഞ്ഞിട്ടാണ്. 3 മണിക്കൂർ നമ്മൾ ഉറങ്ങട്ടെ. ഓക്കെ, സീ യു ഗൈസ്. ഇനി നമ്മൾ പോകുവാണ് ഇവിടുന്ന് നമ്മൾ പോകുന്നത് ഇപ്പോൾ പറയണം, ഇല്ല നാളെ പറയാല്ലേ? നാളെ രാവിലെ പറയാം. അപ്പോൾ ഒരു 3 മണിക്കൂർ കഴിഞ്ഞിട്ടാണ്. ഓക്കെ, നാളെ അല്ലേ, ഇന്ന് കുറച്ച് 3 മണിക്കൂർ കഴിഞ്ഞിട്ടാണ്. ഓക്കെ. ഹേ ഗായ്സ്, അങ്ങനെ നമ്മളിപ്പോൾ രാവിലെ ഏകദേശം 3 മണിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ ഇറങ്ങുവാണ്. ഗൈസ്, നമ്മളിവിടെ കുറെ കൂട്ടുകാരൊക്കെ ഉണ്ട്. കൂട്ടുകാരെ ചേട്ടന്മാരൊക്കെ ഉണ്ടല്ലോ. ജോസ് ചേട്ടൻ, സിറിലി, ഉണ്ണിച്ചേട്ടൻ, ക്രിസ്റ്റോ, എന്താണ് അഖിലുണ്ട്, ആൽചേട്ടൻ, സോനു ഉണ്ട്. അപ്പൊ ഗൈസ് നമുക്കിവിടെ ഞങ്ങൾ പോവുകയാണ്. ഓക്കെ ഇരാ. അപ്പൊ ഗൈസ് നമുക്ക് എന്തായാലും ഇപ്പൊ ഇറങ്ങാം. നമ്മൾ പെട്ടേക്കാ പാക്ക് ചെയ്തെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളപ്പോ ഇനി പോകുന്നത് നേരെ പോളണ്ടിലോട്ടാണ്. ഓക്കെ, അപ്പൊ ഇനി അവിടുത്തെ കാര്യങ്ങളൊക്കെ എന്താണെന്ന് പറയാ, കയ്യിൽ 5 പൈസ ഇല്ലാണ്ട് പോണത്. അപ്പൊ അവിടെ നേരെ വൈബ് സാധനം കിട്ടാത് എന്തെങ്കിലുമൊക്കെ സെറ്റപ്പ് ഉണ്ടാവും. ഓക്കെ, പോവാം. പോവാം. എന്റെ വീടൊക്കെ ഒന്നും കണ്ടോട്ടെ. ഇതാണ് ഞാൻ താമസിച്ച വീട്. അയ്യോ. അപ്പൊ ഗൈസ് സീ യു. ഇങ്ങനെ ചായം കുടിച്ച് ഇതെന്തിട്ടാ പോയല്ലേ? പോകണല്ല, നാളത്തെ ഫ്ലൈറ്റ് പോയാലേ പോയിട്ടാ. ബൈ. ഞാൻ വിളിക്കാൻ അവിടെ നിന്നിട്ട്. ഓക്കെ, ബൈ. അങ്ങനെ നമ്മളിനിപ്പോൾ പോകുവാണ്. ഇവിടുന്ന് മാൾട്ട ഇന്റർനാഷണൽ എയർപോർട്ട് എത്തി. ആദ്യം വന്നിറങ്ങിയ സ്ഥലം നമ്മൾ പോകുന്ന. ഇതിൻ്റെ വേറെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ വർഷം മെയ് 3 ഇവിടെ എത്തി. ഈ വർഷം മെയ് 2 രാവിലെ ഇവിടുന്ന് കുറച്ച് മണിക്കൂറത്തെ ഡിഫറൻസിനുള്ളിൽ നമ്മളിവിടുന്ന് പോകുവാണ് സുഹൃത്തുക്കളെ. ഓക്കെ, അയ്യോ ഫ്ലൈറ്റിൽ കാണിക്കൂലേ? ഫ്ലൈറ്റൊക്കെ നോക്കട്ടെ, എന്നിട്ട് ഞാൻ വരാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിവിടുന്ന് പോകുവാണ്. കിരാ, എന്താ മൂടി പോവുകയാണ്? എപ്പോൾ കാണും? അപ്പൊ ഇനി അറിയാൻ പറ്റാണ്ട് എപ്പോൾ കാണും. നാട്ടിൽ നിന്ന് പോണേക്കാൻ നല്ല വിഷമം ഇവിടുന്ന് പോകുമ്പോഴാണ്. കാര്യം കുറെ കാര്യമുണ്ട്. നല്ല സ്ട്രഗിളിങ് മൂടൊക്കെ അവിടത്തെ എന്താ ഞാൻ ഒറ്റക്ക് പത്രങ്ങളൊക്കെ പോകാം. ഓക്കെയാണ്. എങ്ങനെ ഇങ്ങോട്ടേക്ക് മേലിട്ട് ചെന്നാ പോരെ? ഇപ്പൊ തന്നെ കയറണമെന്നുണ്ടോ? കേറിക്കട്ടെ, നീ പോയിട്ട് വരട്ടെ. ഓക്കെ ഗൈസ്, ഓക്കെ അറിയാൻ പോലെ എപ്പോൾ കാണുന്ന വെച്ചാൽ എന്നാലും ഞാൻ പെട്ടെന്ന് തന്നെ വരും കേട്ട്. പോയിട്ട് വരാം. കേറട്ടെ, പോകണേ. ടാറ്റാ, ശരി എന്നാ ഗൈസ്. നമ്മൾ സ്കാൻ ചെയ്തിട്ടൊക്കെ റെഡി ആക്കട്ടെ കേട്ടോ. ഗൈസ്, അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റൊക്കെ ഇവിടെ ഇപ്പോൾ ഉണ്ട്. കുറേ നേരം കണ്ടെടുത്തു. നമുക്ക് ഇനി ഇവിടെ നിന്ന് വിടണം. അങ്ങനെ ഗൈസ് എല്ലാം മറന്ന് നമ്മൾ മാൾട്ടയിൽ നിന്ന് പോകുവാണ് പോളണ്ടിലോട്ട്. ബിക്കോസ് ഐ ഹാവ് സം ഫേസിങ് പേഴ്സണൽ ഇഷ്യൂസ്. ഓക്കെ, അപ്പോൾ ഗൈസ് ഇനി എന്തായാലും പോളണ്ടിൽ ചെന്നിട്ട് കാണാം. പോളണ്ടിൽ ചെല്ലുമ്പോൾ നമുക്ക് കുറച്ച് വിഷയമൊക്കെ ഉണ്ടെങ്കിൽ നൈസ് മൂടായിട്ടേക്കും. ഓക്കെ,
നമ്മൾ പോളണ്ട് എത്തി. ഇവിടെ കുറച്ച് പച്ചപ്പൊക്കെ ഉണ്ടാകണം. ഞാനപ്പോഴേക്കും കുറച്ച് ഇത്ര നാളും മരുഭൂമി എന്ന കാരണം കുറച്ച് പച്ചപ്പൊക്കെ പിടിക്കാൻ വേണ്ടി കുറച്ച് നേരം ഇട്ടിരിക്കാൻ ഓർത്തിക്കണം. ഇനിയിപ്പോൾ ബോൾട്ട് വിളിച്ച് പോകണം, ടാക്സി വിളിച്ച് പോകണം. ഇപ്പം എന്താവെന്ന് അറിയാൻ പല സുഹൃത്തുക്കളെ. ഒരു ചെറിയ അക്കോമഡേഷൻ ചെറുതായിട്ടൊന്നും എടുത്തിട്ടുണ്ട്, അതായത് ഒരു 5-6-7 ദിവസത്തേക്ക്. അപ്പോൾ അവിടെ ചെന്ന് എല്ലാം സെറ്റാക്കാണ്ട്. ഓക്കെ, കൊള്ളാം കേട്ടോ, സംഭവം കൊള്ളാം. ഞാൻ എയർപോർട്ടിൽ നിന്ന് മേലിൽ നിന്ന് കാണാൻ നേരത്തെ അത്യാവശ്യം പച്ചപ്പ് ഹരിതാവൊക്കെ ഉണ്ട്. ഏത് സാരം കൊള്ളാം. ഇനിയിപ്പോൾ സിമ്മൊക്കെ എടുത്ത് ഇനി കുറച്ച് പരിപാടി ഉണ്ട്, ടാക്സി വിളിച്ച് പോട്ടെ. ഓക്കെ, അങ്ങനെ പോളണ്ട് എത്തി സുഹൃത്തുക്കളെ. ഇനി ഇവിടുത്തെ സിറ്റുവേഷൻ എന്താണെന്ന് അറിയാൻ പാടില്ല. പക്ഷെ എന്നാലും പോളണ്ടിൽ എന്താണ് മാൾട്ടയിൽ അത്ര ഉണ്ടാവുക സാധ്യതയില്ല. അതായത് ആ സമയത്ത് കുക്കിംഗ് പോലും അറിയാൻ പാടില്ലായിരുന്നു. പക്ഷെ ഇപ്പം അതൊക്കെ അറിയാമെന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നം ഉണ്ടാവില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു, അറിയില്ല. പക്ഷേ സ്ട്രഗിൾ ചെയ്യാനാണെങ്കിൽ ഞാൻ തയ്യാറാണ്ടോ. ഇതൊരു കിട്ടുന്ന വൈബാണ് അതൊക്കെ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്കിനി ടാക്സി ബുക്ക് ചെയ്യട്ടെ. ടാക്സി ബുക്ക് ചെയ്ത് നമുക്ക് വിടാം. കേട്ടോ, അപ്പോൾ അക്കോമഡേഷൻ്റെ അവിടെ ചെന്നപ്പോഴേക്കും അവിടെ 3 മണിക്കാണ് ചെക്ക് ഇൻ. അപ്പോഴേക്കും ഞാൻ നൈസായിട്ട് പെട്ടിങ് കിടക്കൊക്കെ എടുത്ത് അങ്ങോട്ട് മൂലക്കാണ് മാറ്റി വെച്ചിട്ട് ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങാച്ചുണ്ടെങ്കിൽ അത്ര നാൾ മരുഭൂമി കിടന്നാറില്ല. പെട്ടെന്ന് പച്ചപ്പൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര ഒരു സന്തോഷവും ഒരു ആഹ്ലാദം, ഒരു പച്ചപ്പ് ഹരിതാപമൊക്കെ കിട്ടിയൊരു അവസ്ഥ. നൈസ് മൂടാണ്ടോ, ഒരു കിട്ടുന്ന പ്ലേസ് ഞാൻ നോക്കണ്ടേ. അയ്യോ, ഇത്ര നാളായെന്ന് ഇങ്ങനെയൊക്കെ ഉണ്ട് എൻ്റെ പൊന്നവേ. ഒരു പോസ്റ്റ് പിന്നെ ഒരു തുള്ളി ഉറങ്ങാത്തവർ നല്ലൊരു ഉറക്കം വേണ്ടിയിട്ട് എനിക്കറിയാൻ പലപ്പോൾ അറിയാം. ഇപ്പോൾ ഫോൺ തന്നെ ചാർജ് ചെയ്യണം, ലാപ്പിൻ്റെ ചാർജ് വെച്ചാൽ ഫോൺ ചാർജ് ചെയ്യണം. പക്ഷേ ലാപ്പിൻ്റെ അതുള്ള ചാർജ് വെച്ചാണ് കുറച്ച് ഫോൺ ചാർജ് ചെയ്യണം. ഇതിപ്പോൾ ഓഫ് ആവും. എന്ത് ചെയ്യുമെന്ന് അറിയാൻ പറ്റില്ല. ഇത് എവിടെയെങ്കിലുമൊക്കെ സെറ്റാകും. ഓക്കെ, എത്തി. എല്ലാ കൺട്രിയിലും ചില പോലെ മണ്ടത്തരം എനിക്ക് വിടാൻ പറ്റിയ കേട്ടോ. എന്ത് ചെയ്യാൻ, വേറെ നല്ല കറൻസി ഡിഫറൻസ് നമുക്ക് കിട്ടും മനസ്സിലാവില്ല. ഇടപെട്ടത് എന്ത് അവസ്ഥയാണെന്ന് ഉറക്കാണ്. സാരമില്ല, ആയിരിച്ചു ന്യൂമാർക്ക് ഇംഗ്ലീഷാണല്ലോ അറിയാൻ പാടാതാണ് നമ്മളും പെട്ടുപോകുന്നത്. അത് കാരണം അങ്ങനെ കുറച്ച് കറൻസിയുടെ പ്രശ്നം വന്നു ഇവിടെ വന്നപ്പോൾ. ആ സീനില്ല ഇനിയിപ്പറേ. അപ്പോൾ ഇനി എന്തായാലും കിടക്കട്ടെ. കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ക്ഷീണമുണ്ട്. ഇന്നലെ അതൊരു പോളെ കണ്ണടച്ചിട്ടില്ല. അത് ഇപ്പോഴാണ് ചെക്ക് ഇൻ ചെയ്തത്. ഇപ്പോൾ തന്നെ സമയം 3 മണിയായി. അപ്പോൾ ഉറങ്ങി എഴുന്നേറ്റിട്ട് നൈറ്റ് ചിലപ്പോൾ പുറത്തേക്ക് പോകാൻ സാധ്യതയുണ്ട്. നൈറ്റ് ചിലപ്പോൾ വേറെ കൂട്ടുകാരൻ വരും എന്ന് പറയാണ്ട് അറിയാൻ പാടില്ല. ചിലപ്പോൾ വരില്ല, അറിയാൻ പാടില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും ഉറങ്ങിയിട്ട് എഴുന്നേറ്റിട്ട് കാണാം സുഹൃത്തുക്കളെ. ഓക്കെ.